പ്രിയപ്പെട്ടവരെ, കപ്പലിൽ നിന്ന് കടലിൽ കാണാതായ യുവാവിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. എറണാകുളത്ത് ഞാറയ്ക്കൽ സ്വദേശി ഷിൻടോൺ ബെന്നിയെ കാണാതായിട്ട് ഇപ്പോൾ 9 ദിവസമായി. MOL കമ്പനിയിലെ ഡെക്ക് ഓഫീസർ ട്രെയിനി ആയിരുന്നു ഷിൻടോൺ. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ കപ്പലിൽ നിന്നാണ് ഷിൻടോണിനെ കാണാതായത്. എന്നാൽ ഇതുവരെ MOL കമ്പനി വിശദീകരണം നൽകിയിട്ടില്ല. ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ കപ്പൽ കരയ്ക്ക് അടുത്തിട്ടില്ല. കപ്പലിൽ നിന്ന് അതല്ലാതെ മറ്റു വണ്ടിയിൽ കയറി അല്ലെങ്കിൽ മറ്റു ബോട്ടിൽ കയറി പുറത്തു പോകാനുള്ള സാഹചര്യമില്ല. വലിയ കപ്പലായിരിക്കാം, പക്ഷേ മിസ്സിംഗ് എന്ന് പറഞ്ഞുള്ളൊരു വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം? ഇപ്പോൾ ഈ കപ്പൽ എവിടെയുണ്ട്? ഏതു രാജ്യത്തിൻ്റെ പരിധിയിലാണ്? ഡോക്ടർ അരുൺ, വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. അതായത് ഒരു മിടുമിടുക്കനായ മകനാണ്. ഒരമ്മ നെഞ്ചു പൊട്ടി ഞാറയ്ക്കലിൽ കാത്തിരിക്കുകയാണ്. ഒരച്ഛൻ കണ്ണീരോടെ കാത്തിരിക്കുന്നു. ഒരു കൂടപ്പിറപ്പുമുണ്ട്. ഇതുവരെ ഈ കുടുംബത്തിന് ഒരു വിവരവും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. മിസ്സിംഗ് എന്നുള്ള വിവരം മാത്രമാണ് MOL കമ്പനിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇന്നേക്ക് 9 ദിവസമാകുന്നു. 9 ദിവസം മുമ്പ് രാത്രി 8:30 ചേട്ടൻ ഷാരോണിനെ വിളിച്ചതാണ്. അതിനുശേഷം അന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. വലിയ സന്തോഷത്തോടുകൂടി ഷിൻടോൺ സംസാരിക്കുന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക്, അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇങ്ങോട്ട് സന്ദേശം വരുന്നു, കപ്പലിൽ നിന്ന് കാണാതായി എന്ന്. ടാർ കയറ്റി സിംഗപ്പൂരിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോയ കപ്പലാണ്. സൗത്ത് ആഫ്രിക്കൻ തീരത്ത് നിന്ന് കപ്പൽ വിട്ട് ഉൾക്കടലിലായതിനു ശേഷമാണ് സംഭവം. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മറ്റു ബോട്ടിലോ കപ്പലിലോ ഒന്നും മാറി കയറി പോകാനോ മറ്റ് എങ്ങോട്ടും മാറി കയറാനുള്ള ഒരു സാഹചര്യവുമില്ല. കപ്പലിൽ തന്നെയുണ്ട്. അപ്പോൾ കടലിലേക്ക് വീണതാകാൻ തന്നെയാണ് സാധ്യത. അപ്പോഴും കുടുംബം പറയുന്നൊരു കാര്യമുണ്ട്, കപ്പലിൽ മുൻ പരിചയമുള്ളതാണ് ഷിൻടോണിന്. ജോലി ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് തന്നെ, കപ്പൽ പരിചയമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ അബദ്ധത്തിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള ആശങ്കയാണ് ഏതെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥന മാറി വാർത്ത ഈ ഘട്ടത്തിൽ. ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ്. 6 മാസം മുമ്പ് മാത്രമാണ് ഷിൻടോൺ അവിടെ ജോലിക്ക് എത്തിയത്. അതിനുശേഷം അതിന് മുൻപും കപ്പലിൽ ജോലി ചെയ്ത് പരിചയമുണ്ട്. അതുകൊണ്ട് കപ്പൽ പുതിയതല്ല, കടൽ പുതിയതല്ല, ഇതൊക്കെ പരിചയം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ ആശങ്ക ഏറുകയാണ്. ഒരു വിവരവും കപ്പൽ എവിടെയാണുള്ളതെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആ കപ്പൽ പുറപ്പെട്ടു വരുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. അതിനുശേഷം പറഞ്ഞ സമയത്ത് തന്നെ മിനിയാന്ന് നമ്മുടെ ലേവി സജിത്തിന് ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഷിൻടോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മിടുക്കനാണ്. ഈ ഷിൻടോണിനെ കടലിൽ കപ്പലിൽ നിന്ന് കാണാതായി. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കപ്പലിലാണ് കാണാതായത്. ഒരുപക്ഷെ MP അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ വൈകിയാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഡേ 1 മുതൽ അതുപോയ ഷിൻടോ ഞാറയ്ക്കൽ സ്വദേശിയാണ്. അയാള് കാണാതായ അന്ന് ഉച്ചയ്ക്ക് മാതാവുമായി സംസാരിച്ചിരുന്നു. അയാൾ എല്ലാ ഡേ ടു ഡേ കാര്യങ്ങൾ അവിടെ ബ്രീഫ് ചെയ്യാറുണ്ട്. അയാളുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കിട്ടി. പക്ഷെ അന്ന് രാത്രി മുതൽ ഇന്നേക്ക് 9 ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു. ഞാൻ ഇതറിഞ്ഞ ഉടൻ തന്നെ DG ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി, അതുപോലെ തന്നെ പോർട്സ് ആൻഡ് ഷിപ്പിംഗ് മിനിസ്റ്റർ സബർനാഥ് സോണോവാൾ, ഇവരെല്ലാം വിവരം നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ഈ മിനിസ്ട്രികളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമുക്കിതൊരു മൂവിങ് ഷിപ്പ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നില്ല. ഞങ്ങളുടെ ലെറ്ററിന്റെ അടിസ്ഥാനത്തിലും അവര് ഫാമിലിയെ മാത്രമാണ് അറിയിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിനെല്ലാം വിവരം അറിയിച്ചിരുന്നു. ജപ്പാനിലാണ് ഇപ്പൊ ഈ ഷിപ്പ് ഫ്ലാഗ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് ബഹുമാനപ്പെട്ട കേന്ദ്ര ഷിപ്പിംഗ് മിനിസ്റ്ററുടെ PS, മലയാളിയാണ്, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് നമ്മളുടെ ഈ വാർത്തകളെല്ലാം ഷെയർ ചെയ്തു. കുടുംബം അതീവമായ ദുഃഖത്തിലാണെന്ന് മാത്രമല്ല, മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അത് ദുരൂഹമായ സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, CCTV വിഷ്വൽസിൽ എന്താണ് അപകടം സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ലെവൽ ഇന്റർവെൻഷൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ നേരിട്ട് ഇടപെട്ടാൽ മാത്രമേ ഇത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് വിശദമായ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവരുമായിട്ട് നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്.
ഓക്കെ. ഹബി, നമ്മളിത് ആദ്യമായിട്ടല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, ആദ്യ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. 9 ദിവസമായിട്ടും കാണാതായപ്പോൾ ഇന്നലെ കുടുംബം വീണ്ടും നമ്മളെ സമീപിക്കുകയായിരുന്നു. അതെ, നമ്മളിപ്പോ കോൺസുലർ അറ്റാഷെ, ഇന്ത്യൻ എംബസിയിലെ ടോക്കിയോയിലുള്ള കോൺസുലർ അറ്റാഷെ ഞങ്ങളുടെ ഓഫീസ് മെയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ യാതൊരു നടപടിയും ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി ഈ കുട്ടിയുടെ അനിയൻ ഷിൻഡോയുടെ ബ്രദർ തന്നെ സംസാരിച്ചപ്പോഴും വ്യക്തമായൊരു മറുപടി അവരിൽ നിന്ന് ലഭിക്കുന്നില്ല, ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഇന്റർനാഷണൽ ബോർഡേഴ്സ്, വാട്ടർ ബോർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സോ ഷിപ്പിംഗ് മിനിസ്ട്രിയോ നേരിട്ട് ഇത് അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്രമേ ഇതിന് ഒരു മറുപടി നമുക്ക് കിട്ടുള്ളൂ. ഞങ്ങളെല്ലാം ആ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ നേരിട്ട് അവിടെ പോയിരുന്നു. ഒരു ജപ്പാനിലൊരു ഫ്ലോട്ടിംഗ് ഐലൻഡിലാണ് കപ്പൽ നിലവിൽ ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഞങ്ങള് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് നമ്മളത് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ഹബി ഈഡൻ. ഹബീഡൻ എം പി ആണ് നമുക്കൊപ്പം ചേർന്നത്. ഹബീഡൻ എം പി പറയുന്നതനുസരിച്ച് തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഇതിന് പിന്നാലെ തന്നെയുണ്ട്. അപ്പോൾ ലബി, അതിൽ കുടുംബത്തിന് ആശങ്ക വേണ്ടതില്ലേ എന്ന് ചോദിച്ചാൽ അതിനെന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഒരു വിവരവും കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് എം പിയും സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയവുമായിട്ടും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ജപ്പാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ആ കുടുംബത്തെയും ഒന്ന് ധരിപ്പിക്കാവുന്നതാണ്. വിവരം ലഭിക്കുന്ന മുറയ്ക്ക് എം പി നമ്മളെ അറിയിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വഴിയും നമുക്ക് ഒരിക്കൽ കൂടി വിവരങ്ങൾ ആരായാവുന്നതാണ്. എം പി എന്തായാലും ആ വിവരങ്ങൾ ലിബിയുമായി പങ്കുവയ്ക്കുമെന്നാണ് അറിയിക്കുന്നത്. ലിബി, ഇതൊരു ആശ്വാസ വാർത്തയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അന്വേഷണം നടക്കുന്നു. ലിബി പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കാണാനില്ല. CCTV ദൃശ്യങ്ങളെങ്കിലും ഒന്ന് തെരഞ്ഞ് എന്തെങ്കിലും ഒരു സൂചന കൊടുത്തിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ ആദ്യ അംഗം മാറിയേനെ, അല്ലേ? ഡോക്ടറും തീർച്ചയായും ഹൈബീഡൻ എം പി അത് ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് നമ്മളാണ് ആദ്യം ഈ വാർത്ത കൊടുക്കുന്നത്. സഹോദരൻ ഷാരോൺ നമ്മളെയാണ് ബന്ധപ്പെട്ടത്. അതിനുശേഷം അന്നും തുടർച്ചയായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതാണ്. അത് മാത്രമല്ല, ഞാൻ പറയാൻ വന്നതും അതായിരുന്നു. ഹൈബീഡൻ എം പി ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തെയൊക്കെ ഇവർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയുന്നു. പക്ഷേ കുടുംബം പറയുന്ന ഒരു കാര്യം ഇതാണ്, മറുപടി ഒന്നും ലഭിക്കുന്നില്ല. ഈ അധികൃതരൊക്കെ ഇടപെട്ടെങ്കിലും അവർക്ക് ആകെ MOL കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഏക മെയിൽ, അത് ഇന്നലെയും മെയിൽ ലഭിച്ചിട്ടുണ്ട്, അത് അന്വേഷണം തുടരുന്നു എന്നത് മാത്രമാണ്. അതിലാണ് അവരുടെ ആധി ഇപ്പോഴും തുടരുന്നത്. ഡോക്ടർ അരുൺ, ഏതായാലും ഈ വാർത്തകൾ അവർ കാണുന്നുണ്ടാകാം, അല്ലെങ്കിലും നമ്മളെ സഹോദരനെ ഈ വാർത്ത അറിയിക്കാം. വലിയ സങ്കടത്തോടു കൂടി തീർച്ചയായിട്ടും. താങ്ക് യു ലബി. എന്താ കുടുംബത്തോട് പറയേണ്ടതെന്ന് അറിയില്ല. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് ഷിൻഡോൺ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഷിൻഡോണിനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കപ്പലുള്ളത് ജപ്പാനിലാണ് എന്നാണ് ഹൈബീഡൻ എം പി പറഞ്ഞത്. ഈ വാർത്ത തുടർച്ചയായി റിപ്പോർട്ടർ ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യ ദിനം മുതൽ ആദ്യ ദിവസം ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും അധികാരികളിലേക്ക് എത്തിക്കുന്നതും റിപ്പോർട്ടറാണ്. ഇതിപ്പോൾ 9 ദിവസമായി, എന്നിട്ടും ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല. അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്, കത്തയക്കുന്നുണ്ട്, മെയിലയക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഷിൻഡോൺ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല. ആ ഉത്തരമാണ് ആ കുടുംബത്തിന് കൊടുക്കേണ്ടത്. എന്തായാലും തുടർന്നും എം പിയുടെ നീക്കങ്ങളുണ്ടാവും. നമുക്ക് ആ വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കാം.